Hello guys, you are watching the official Hiko. Guys, ഇനി ഞാൻ പുത്തൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിട്ട് കിടക്കാം. ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് ഹാഡ്കോർ മോഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ്, നിങ്ങൾക്ക് കാണും ഇത് ഹാഡ്കോറാണ്. ഞാൻ സമയം കളയുന്നില്ല, പെട്ടെന്ന് പോയി വുഡൊക്കെ ഒന്ന് എടുക്കട്ടെ, അല്ലെങ്കിൽ പണിയാണ്. കാരണം ഹാഡ്കോറിനകത്ത് ഇത് ഹാർഡാണ്. ഹാഡ്കോർ നമ്മളൊന്ന് ചത്താൽ പിന്നെ റീസ്പോൺ ആവാൻ പറ്റത്തില്ല, അറിയാം. അതുകൊണ്ട് പറഞ്ഞു തരുന്നത്. പിന്നെ ഇതിനകത്ത് ഡിഫിക്കൽട്ടി ഹാർഡാണ്, അതുകൊണ്ട് ഇച്ചിരി ഡേഞ്ചറാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ടൂൾസൊക്കെ കളക്ട് ചെയ്ത് ഒരു വില്ലേജ് കണ്ടുപിടിക്കാൻ നോക്കാം. പിന്നെ ഫുഡിൻ്റെ കാര്യമാണ് എനിക്ക് മെയിൻ പ്രശ്നം. ഞാൻ എന്നൊക്കെ ഒന്ന് വരും ചെയ്യട്ടെ. മതി. ഗൈസ്, ഇടയ്ക്കൊക്കെ ലാഗുണ്ട്, നിങ്ങൾക്കറിയാം. ഞാൻ ഇപ്പോൾ ഒരു കുറച്ച് സ്റ്റോൺ എടുക്കാൻ നോക്കട്ടെ, എവിടെ നിന്ന് കിട്ടും നോക്കാം. അടുത്തൊന്നും കേവില്ലയോടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ഇനിയും മൈൻക്രാഫ്റ്റ് വീഡിയോസ് ആയിട്ട് ഞാൻ വരാം. ആ ഗൈസ്, ആണ്ട് ഇവിടെ ഒരു ചെറിയ കേവ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് സ്റ്റോണും അതിനൊക്കെ എടുക്കാം. അങ്ങനുണ്ടോ? ഓ ഗൈസ്, ശോകമാണ് ഗൈസ്. അയ്യോ, എൻ്റെ ഹെൽത്ത് പോയി. ഇനിയിപ്പോൾ ഹങ്കർ ബാറും കുറയും, ഫുഡും ഇല്ല. അപ്പോൾ ഇത്ര സ്റ്റോൺ നമുക്ക് മതിയല്ല, നമുക്കൊരു 24 എടുക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് സ്റ്റോൺ ടൂൾസ് ഒക്കെ ഉണ്ടാക്കാം. ഞാൻ വീഡിയോ ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നു, കാരണം ലാഗ് അടിച്ച് ഗെയിമിന് ഔട്ടായിപ്പോയി. കാരണം എന്നെ ഒരാൾ വിളിച്ചു, അപ്പോൾ തന്നെ ലാഗ് അടിച്ച് ഗെയിമിൻ്റെ വെളിയിൽ പോയി. തിരിച്ച് വന്ന് ഈ ഫുഡൊക്കെ സ്മെൽറ്റ് ചെയ്തിട്ട് കുറച്ച് ഫുഡ് കൂടെ കളക്ട് ചെയ്യട്ടെ, ഒരു വില്ലേജും കൂടെ കണ്ടുപിടിക്കാം. സോറി ഗൈസ്, എനിക്ക് ശകലം പനിയുണ്ട്, അതിൻ്റെയാണ് എൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത്. ഒരിച്ചിരി എനർജി ഇല്ല. പിന്നെ ഗൈസ്, എൻ്റെ മറ്റേ വേൾഡില്ലേ, സാധാ വേൾഡ്, അതിനകത്ത് എന്തെങ്കിലും ചെയ്ത് നിങ്ങളൊരു ഐഡിയ പറഞ്ഞു തരാം. എനിക്ക് എന്തെങ്കിലും ഒരു ഫാം പോലെ, ഞാൻ പല ഫാം ട്രൈ ചെയ്ത് ഒന്നും കിട്ടില്ല. എനിക്ക് അയൺ ഫാം പോലെ ഞാൻ ട്രൈ ചെയ്ത് ഒന്നും നടന്നിട്ടില്ല, കാരണം ഈ പുത്തൻ വെർഷനിൽ അതൊന്നും വർക്കാവുന്നില്ല. ഇത് 1.22 ആയതുകൊണ്ടാണ് പറ്റാത്തത്. ഈ പുത്തൻ ഫാം ഒന്നും കിട്ടുന്നില്ല. എനിക്കൊരു ക്രീപ്പർ ഫാം ഉണ്ടാക്കണമെന്നുണ്ട് എൻ്റെ വേൾഡിൽ. ഞാൻ ബെഡ് ഉണ്ടാക്കട്ടെ.
ഞാൻ ഈ ഫ്ലവേഴ്സ് എടുത്തത് എനിക്ക് ഒറ്റ കളറുള്ള വൂൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ 2 ബ്രൗണും ഒരു വൈറ്റും ഉള്ളു. ആ 2 ബ്രൗണും വൈറ്റും വെച്ച് നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞാൻ ബെഡ് ഉണ്ടാക്കി കിടന്നുറങ്ങാൻ പോവാണ്. ഇത് ലാഗ്. ഓക്കെ ഗൈസ്, എഴുന്നേറ്റു. ഇടയ്ക്കൊക്കെ ലാഗുണ്ട് ഗൈസ്. പിന്നെ എനിക്കൊരാൾ കോള് വിളിച്ച് അതുകൊണ്ട് എനിക്ക് ഗെയിമിന് ലെഫ്റ്റ് ആവേണ്ടി വന്നു. അതിന് ഞാൻ കട്ട് ചെയ്തിപ്പോൾ ഇവിടെ വന്നു. വുഡൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ. ഗൈസ് ഇതുണ്ടോ, ഞാൻ ഇവിടെ വന്ന് കുറച്ച് അയണൊക്കെ ഇത്. പിന്നെ ഗൈസ് എനിക്കൊരു ലക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കാണിക്കാം. അതുകൊണ്ട് ഈ ഭാഗമുണ്ട്, ഇവിടെ ആയിരുന്നു ആ അയൺ ഇരുന്നത്. ആ അയണിന് ഒറ്റ അയണേ ഉള്ളായിരുന്നു. ഞാൻ എൻ്റെ ചുറ്റിനുള്ള ബ്ലോക്സൊക്കെ ഒന്ന് മുറിച്ച് നോക്കിയപ്പോഴാണ് ഈ ഇത്ര അയൺ കണ്ടത്. ലക്ക് ഇതിൻ്റെ ചുറ്റിനും കാണുമോ നോക്കട്ടെ. ഇതുപോലെ ഞാൻ അതിൻ്റെ ചുറ്റിനും മൈൻഡ് ചെയ്തപ്പോഴാണ് ഒരുപാട് അയൺ കണ്ടത്. അവിടെ ഇതിൻ്റെ അകത്ത് കൈവൊക്കെ ഉണ്ടോ. പക്ഷെ എനിക്കൊരു 2 അയണും കൂടെ ആവശ്യമുണ്ട്. 12 അയണിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. കുഴപ്പമില്ല. അതാണ് കോൾ ആവശ്യമുണ്ട്. എടുക്കട്ടെ. ഓ ഈ വെള്ളം ഈ ഞാനിപ്പോൾ ആ കോളൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തു ഗൈസ്. എടുത്ത് തിരിച്ചു പോട്ടെ. ഞാൻ മര്യാദയ്ക്ക് നടന്ന് കയറട്ടെ. അപ്പോൾ വീട് തന്നോണ്ടേ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു വില്ലേജിൻ്റെ ആവശ്യമുണ്ട്. വില്ലേജ് തപ്പം. ഒരുപാട് മോഷണൊക്കെ കൊണ്ട് ഇങ്ങ് വന്നു. കൊണ്ടത് വില്ലേജ് അല്ലയോ ഗൈസ്? ആഹാ, വില്ലേജ് കിട്ടി. പവറേശി. ഇത് മറ്റേ വില്ലേജാണ്, സോംബി ഉള്ള വില്ലേജാണ്. വില്ലേജ് അല്ല, സോംബി ഗോലമില്ല. പക്ഷേ നല്ല വില്ലേജ്, നല്ല ഫുഡ് കിട്ടും. നമുക്കതൊക്കെ ഒന്ന് കളക്ട് ചെയ്യാമല്ലോ. വില്ലേജസിനെ കൊല്ലുന്ന സമയത്താണ് ഞാൻ ഒരു സാധനം കണ്ടത്. അയ്യോ, എന്നിട്ട് അവനെന്നെ അടിച്ചില്ലോ. നല്ല സ്പീഡ് അവന്. അയ്യോ, പൂച്ചയുടെ മുകളിലൊക്കെ സോംബി വരുമോ? ഇത് ചിക്കൻ ജോക്കിയല്ല, ഇത് ക്യാറ്റ് ജോക്കി. ഈ സോംബീസൊക്കെ ഒന്ന് അറ്റാക്ക് ചെയ്ത ഇപ്പം അടിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് നിന്നല്ലേ ഞാൻ അടിക്കത്തുള്ളൂ. എന്താണ് പിന്നെ അടുത്തൊന്നും അടിക്കാൻ പറ്റും. ഞാൻ ഇതൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ. ഹെയ്ബേലില്ലേ ഇവിടെ? ലാഗ്. അതുകൊണ്ട് അടുത്ത് പോയിട്ട് സാധനം. അയ്യോ, എനിക്കൊന്ന് പേടിയാ. ബ്ലോക്കപ്പ് ചെയ്യട്ടെ. ഇവനെന്താ അടിക്കാത്ത? ഇവനെന്താ അവിടെ തന്നെ നിൽക്കുന്നു? എനിക്ക് പേടിയല്ലേ. ഞാൻ ഒന്ന് ബ്ലോക്ക് ചെയ്തേ. ഇവനെന്താടാ അടിക്കാത്ത? ഇവന്മാരെന്താ അടിക്കാത്ത? ഹാർഡ് കോർ ഇപ്പം ഏറ്റവും എളുപ്പമുള്ള മോഡായോ?
അവർക്കൊന്നും സ്നേഹമുണ്ട്. ഈ ഹെയ്ബേഴ്സ് ഒക്കെ ഞാൻ എടുക്കട്ടെ, മൈൻഡ് ചെയ്യട്ടെ. ടോട്ടൽ ഹെയ്ബേൽ ഇപ്പോൾ നമുക്ക് 14 ഹെയ്ബേൽ കിട്ടിയിട്ടുണ്ട്. 14 ഹെയ്ബേൽ. ഇവിടേക്ക് ഞാൻ കൊല്ലട്ടെ. അടിക്കാത്ത തിരിച്ച് എന്തറാ എനിക്ക് വാ ഈ വാ ശോകം. ഒരു മൂടില്ല, ഇമാരൊന്നും അടിക്കാത്തൊരു മൂടില്ല. എന്താ ലൂട്ടുണ്ട്? ഹായ് 2 എമറാൾഡ്. ഞാൻ പറ്റുന്ന അത്ര ഫുഡ് സോഴ്സ് കളക്ട് ചെയ്യും. അപ്പോഴാണ് ഈ പൊട്ടാറ്റോ ഉണ്ട്. ഈ പൊട്ടാറ്റോ കൂടെ എടുക്കാം. പറ്റുന്ന അത്ര ഫുഡ് നമ്മൾ കളക്ട് ചെയ്യാം. നമ്മൾ ഇവിടുന്ന് വിടുക. പൊട്ടാറ്റോ പക്ഷെ ക്യാരറ്റ് കിട്ടിയിരുന്നെങ്കിൽ കിടന്നിറങ്ങട്ടെ ഗൈസ്. അയ്യോ പ്ലീസ് ഓഫീസൊക്കെ വരും. എടാ അതാറാ ചാവ് ബ്രോ ചാവ്. കിടന്നിറങ്ങട്ടെ. Through the night.
ഞാൻ ഫുഡൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്യട്ടെ, പിന്നെ അയൺ മെൽറ്റ് ചെയ്യണം. കുറച്ച് ഇവിടെ വെച്ചിട്ട് ഫുഡ് സ്മെൽറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ അയൺ ടൂൾസും ആ ഷീൽഡും എടുത്ത് പോകുന്ന വഴിക്കാണ് ഈ ഡോങ്കിയെ കണ്ടത്. ഇനി എൻ്റെ കയ്യിലിരുന്ന് സാഡിൽ വെച്ച് ഞാൻ എൻ്റെ പുറത്ത് സവാരി ചെയ്യുകയാണ്. അതാണ് എളുപ്പമാണ്, പെട്ടെന്ന് പോവാം. അടുത്ത വില്ലേജ് കണ്ടുപിടിക്കണം. പെട്ടെന്ന് വില്ലേജ് കിട്ടിയോ? ഇവിടെ മറ്റേ വില്ലേജ് ഇവിടെ നിന്ന് ഒരു 500 ബ്ലോക്ക്, 500 ഒരു 200 ബ്ലോക്ക് അപ്പുറത്താ, തൊട്ടടുത്താണുള്ളത്. അപ്പോൾ ഞാൻ ഒന്ന് കിടന്നുറങ്ങി, രാവിലെയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ വെച്ചാൽ അവിടെ 2 വീട് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇവിടെ താഴെ ഇവിടൊക്കെ. പിന്നെ കഴിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് കണ്ടേ. ഇമാരുമാണ് എനിക്ക് ഡയമണ്ട് കിട്ടിയത്. പിന്നെ 2 ഹെൽമെറ്റ് കിട്ടിയാൽ അതിനടുത്ത് കുറച്ച് അയണും കിട്ടിയതും ഞാൻ എടുത്തു. ഓക്കെ ഗൈസ്, ഞാൻ ഈ ഹെൽമെറ്റൊക്കെ ഒന്ന് വെക്കട്ടെ. എടാ ഇത് നല്ല നല്ല വില്ലയല്ലയോ? അപ്പോൾ അവിടെ ഗോലം കാണത്തില്ലയോ? ഗോലത്തെ നോക്കാം. എന്തോടി വെള്ളം ഇങ്ങനെ ആകാശം നിൽക്കുന്നേ? ആണ് തണ്ണിമത്തനൊക്കെ നിൽക്കുന്നു. ആ ഗോലണ്ണൻ 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 ഗോലണ്ണനെ കൊല്ലുന്നേ പ്രശ്നം. അപ്പോൾ ഗൈസ് ഞാൻ ഗോലണ്ണനെ കൊല്ലുന്നു. എളുപ്പം അങ്ങനെ എത്രയും കിട്ടി. ഗൈസ് ഞാൻ അയണൊക്കെ വെച്ച് സേവ് ചെയ്ത് അതൊക്കെ നടക്കുന്ന സമയത്താണ് ഞാൻ ഈ കുതിരയെ കണ്ടത്. ഈ കുതിരയ്ക്ക് നല്ല സ്പീഡുണ്ട് ഗൈസ്. ചില കുതിരകൾക്ക് നല്ലോണം ചാടാൻ പറ്റും, ചില കുതിരയ്ക്ക് നല്ലോണം ഓടാൻ പറ്റും. അങ്ങനെ എനിക്ക് സ്പീഡുള്ളതിനെ കിട്ടിയത്. അതുകൊണ്ട് ഇത് ചാട്ടം കണ്ടു, ഒട്ടും കൊള്ളത്തില്ല, നല്ല സ്പീഡുണ്ട്. സൂപ്പർ കുതിരയാണ് ഗൈസ്, സൂപ്പർ പവർ. എന്തോ പറ്റി? ജസ്റ്റ് മിസ്സല്ലേ ചത്തേനെ, ആഡ് കോർ ഇവിടെ വെച്ച് തീർന്നേനെ. ഇത്രയും പ്രോഗ്രസ് കൊണ്ടുവന്നെയാ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അപ്പോൾ സീ യു ലേറ്റർ. പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. ഞാൻ എൻ്റെ സ്വന്തം വീഡിയോ ഉണ്ട്, സ്വയം ലൈക്ക് ചെയ്യണം ഗൈസ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളാണ് ആ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പോൾ ബൈ ബൈ.